ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു, ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലെ നമ്പർ പ്ലേറ്റ് ലൂസായി കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മീറ്ററിൻ്റെ ബട്ടൺ, അതിൻ്റെ ബട്ടൺ പോയിട്ടുണ്ട്. കീ ഇടയ്ക്ക് ലോക്ക് ആവുന്നില്ല, അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട്, ബാക്കിലെ ബ്രേക്ക് സൗണ്ട്, പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുക, വാട്ടർ സർവീസ് ചെയ്യുക, ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജനറൽ സർവീസായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചത്. ബാക്കിലെ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇത്തവണത്തെയും കൂടി നമുക്കത് ഉപയോഗിക്കാനുണ്ട്. ഇപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അത് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് അതിന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോൾ സ്റ്റവ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ബെൽറ്റ് ആയാലും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത് നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി ഇരിക്കുന്ന വണ്ടി വന്നപ്പോഴുള്ളൊരു ബാറ്ററിയാണ്, ടാറ്റ പറഞ്ഞിട്ടുള്ളൊരു ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് നാളെ ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം വോൾട്ട് ഉണ്ട്, 12.90 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കരുത്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബാറ്ററിക്ക്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പാഡൊക്കെ നമുക്ക് ഉപയോഗിക്കാണ്ട് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിരുന്നു. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ടൊക്കെ വർക്കിംഗ് ആണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് അത് ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ടിനായിട്ട് വേറെ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഓടിച്ച് നോക്കുമ്പോഴായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. വേറെ അങ്ങനെ പറയത്തക്ക വേറെ കംപ്ലയിൻറ്റ്സോ വേറെ ഇതൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഈ ഒരു ബട്ടനാണ്, അതൊന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് കംപ്ലയിൻറ്റ്സ് പറയാം, ഇടയ്ക്ക് ലോക്ക് ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. അതൊന്നും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് നിലവിലിപ്പോൾ കിട്ടിയിട്ടില്ല. നമുക്ക് അതിൻ്റെ ലൂബ്രിക്കേഷനൊക്കെ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിൻ്റെ വാട്ടർ സർവീസ് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് പറഞ്ഞ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.